നമസ്കാരം, ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് ജനുവരി മാസത്തെ ഒരു എനർജി റീഡിംഗ് ആണ്. ഈ മാസം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു എനർജി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് ചെയ്യുന്നത്. നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് 3 കാർഡുകൾ എടുത്ത് വയ്ക്കാം. ആദ്യത്തെ കാർഡ് ജനുവരി മാസത്തെ എനർജിയാണ്. രണ്ടാമത്തേത് എന്ത് എനർജിയാണ്, എന്താണ് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് ഈ മാസം. അതുപോലെ മൂന്നാമത്തേത് എന്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കാർഡുകൾ ഓരോന്ന് റിവീൽ ചെയ്യാം. നിങ്ങളുടെ ഈ മാസത്തെ എനർജി 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ മാസം വിട്ടുകൊടുക്കേണ്ടത് ഹാങ്ഡ് മാൻ ആണ്. ഓക്കെ, അതുപോലെ ഈ മാസം സ്വീകരിക്കേണ്ടത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി 6 ഓഫ് കപ്സ്. ഈ മാസത്തെ ഒരു എനർജി ഹീലിങ്ങിൻ്റെ ആണ്. പഴയ ഓർമ്മകളിൽ നിന്ന് മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയം. പക്ഷേ ഇതൊരു വേദനയല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടിയാണ്. പഴയ റിലേഷൻഷിപ്പിലെ നല്ല ഓർമ്മകൾ ഒരു പോസിറ്റീവ് ബ്ലെസ്സിങ് ആയി എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. പ്രത്യേകിച്ച് പുതുവർഷത്തിൻ്റെ തുടക്കം സന്തോഷത്തോടെ ആവട്ടെ. യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ ഒരുക്കുകയാണ്. ഇനി ഈ മാസം നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ ഇത്രയും നാൾ കാത്തിരിക്കുകയായിരുന്നു എല്ലാം ശരിയാകുമെന്ന്. ആ കാത്തിരിപ്പിൻ്റെ എനർജി നിങ്ങളെ മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കുന്നില്ല. സ്റ്റക്കായി പോകുന്നുണ്ട്. അതാണ് വിട്ടുകൊടുക്കേണ്ടത്. എല്ലാം നിങ്ങളുടെ കയ്യിലല്ല, ഒന്നും കൺട്രോൾ ചെയ്യാനും കഴിയില്ല. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്ലാനിന് വിട്ടുകൊടുക്കുക. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം നടക്കട്ടെ. ഇനി എന്താണ് ലൈഫിലേക്ക് സ്വീകരിക്കേണ്ടത്? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക ഭദ്രതയും വൈകാരികമായൊരു സംരക്ഷണവും നിങ്ങൾക്ക് ഈ മാസം യൂണിവേഴ്സ് നൽകുന്നുണ്ട്. സ്വയം സ്നേഹിക്കാനും ആത്മാഭിമാനം സംരക്ഷിക്കാനുമുള്ള ഒരു ഊർജ്ജമാണ് നിങ്ങൾ ഈ മാസം സ്വീകരിക്കേണ്ടത്. ജനുവരി മാസം നിങ്ങളെ പരീക്ഷിക്കുന്നില്ല, ദൈവികമായ ശക്തിയാൽ പൊതിയുകയാണ്.